PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സിലബസിലെ ബാങ്കിങ്ങിൽ നിന്നും മൂന്നാമത്തെ മൊഡ്യൂളിലെ ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിംഗ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് SBI ഈ ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 25-ന് കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമും നടക്കാൻ പോവുകയാണ്. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതുന്നവർക്കറിയാം ഈ ഒരു ടോപ്പിക്ക് CSEBക്കും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം 3 പ്രസിഡൻസി ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകളെയാണ് പ്രസിഡൻസി ബാങ്ക്സ് എന്ന് പറയുന്നത്. 1806 ജനുവരി 2-നാണ് ബാങ്ക് ഓഫ് ബംഗാൾ രൂപം കൊണ്ടത്. ബാങ്ക് ഓഫ് ബംഗാൾ ആദ്യം ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഇത് ബാങ്ക് ഓഫ് ബംഗാളായി മാറി. നമുക്കറിയാം ചെക്ക് സിസ്റ്റം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്കാണ് ബാങ്ക് ഓഫ് ബംഗാൾ. ബാങ്ക് ഓഫ് ബോംബെ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 15th April 1840. 1840 ഏപ്രിൽ 15-നാണ് ബാങ്ക് ഓഫ് ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ ബാങ്ക് ഓഫ് മദ്രാസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ജൂലൈ 1843. 1843 ജൂലൈയിലാണ് ബാങ്ക് ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബാങ്ക് ഓഫ് ബംഗാൾ 1806 ജനുവരി 2, ബാങ്ക് ഓഫ് ബോംബെ 1840 ഏപ്രിൽ 15, ബാങ്ക് ഓഫ് മദ്രാസ് 1843 ജൂലൈ. ഈ 3 ബാങ്കുകളെയുമാണ് പ്രസിഡൻസി ബാങ്കുകളെന്ന് പറയുന്നത്. പ്രസിഡൻസി ബാങ്ക് ആക്ട് നിലവിൽ വന്നത് 1 May 1876. 1876 മെയ് 1-നാണ് പ്രസിഡൻസി ബാങ്ക് ആക്ട് നിലവിൽ വന്നത്. ഈ 3 ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത് 1921 ജനുവരി 27-നാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1921 ജനുവരി 27-ന്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോംഡ് ആസ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വിത്തൗട്ട് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ. ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. The bank was nationalized on 1st July 1955 and renamed as SBI with the initial share capital of 20 crores. 1955 ജൂലൈ 1-ന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുകയും SBI ആയി മാറുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറുകയും ചെയ്തു. SBIയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 crores ആണ്. SBI നാഷണലൈസ്, അതായത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത് SBI ഫോം ചെയ്തത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഗോർവാല കമ്മിറ്റി. AD ഗോർവാലയായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ മാഗ്ന കാർട്ട ഓഫ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. അങ്ങനെ 1955 ജൂലൈ 1-നാണ് SBI ഫോം ചെയ്തത്. SBI ആക്ട് വന്നത് 1955 മെയ് 8-നാണ്. SBI ആക്ട് 1955 മെയ് 8. SBI ഫോം ചെയ്തത് 1955 ജൂലൈ 1. 1956 ജൂൺ 2-ന് 8 സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുകയും അത് SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായി അറിയപ്പെടുകയും ചെയ്തു. SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായി 8 ബാങ്കുകൾ വന്നത് 1959-ലെ SBI സബ്സിഡിയറി ബാങ്ക് ആക്ട് പ്രകാരമാണ്. In 1959, the government passed the SBI Subsidiary Banks Act, which made 8 state banks as associates of SBI. SBI സബ്സിഡിയറി ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷം 1959. ആ 8 അസോസിയേറ്റ് ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ.
ഈ 8 ബാങ്കുകളാണ് SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത്. 1963 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂരും അമാൽഗമേറ്റ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ ആയി മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ ഫോം ചെയ്തത് 1963 8 അസോസിയേറ്റ് ബാങ്കുകളിൽ ആദ്യത്തെ 2 മെർജ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ ആയി മാറി. ഇപ്പം അസോസിയേറ്റ് ബാങ്കുകളുടെ എണ്ണം 7 1969 SBI ബാങ്ക് ഓഫ് ബീഹാറിനെയും 1970 നാഷണൽ ബാങ്ക് ഓഫ് ലാഹോറിനെയും 1975 കൃഷ്ണറാം ബൽദേവ് ബാങ്കിനെയും SBIയുമായി ലയിപ്പിച്ചു. 1985 SBI ബാങ്ക് ഓഫ് കൊച്ചിനെ അക്വയർ ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറുമായി ലയിപ്പിച്ചു. ബാങ്ക് ഓഫ് കൊച്ചിൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBTയിലേക്ക് ലയിപ്പിച്ച വർഷം 1985. On 13th August 2008 SBI merged സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര. 2008 SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയെ SBIയുമായി മെർജ് ചെയ്തു. 2009 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെയും SBIയുമായി ലയിപ്പിച്ചു. 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയെയും 2009 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെയും SBIയുമായി ലയിപ്പിച്ചു. ഇപ്പോൾ ബാക്കിയുള്ള അസോസിയേറ്റ് ബാങ്കുകളുടെ എണ്ണം 5. 2017 ഏപ്രിൽ 1 ഈ ബാക്കിയുള്ള 5 അസോസിയേറ്റ് ബാങ്കുകളെയും SBIയുമായി ലയിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇങ്ങനെ ഈ 5 അസോസിയേറ്റ് ബാങ്കുകളെയും 2017 ഏപ്രിൽ 1 SBIയുമായി ലയിപ്പിച്ചത്. ഇതിൻ്റെ കൂടെ ഭാരതീയ മഹിളാ ബാങ്കിനെയും കൂടി മെർജ് ചെയ്തു. ഭാരതീയ മഹിളാ ബാങ്കിനെയും 5 അസോസിയേറ്റ് ബാങ്കുകളെയും SBIയുമായി ലയിപ്പിച്ച വർഷം 2017. SBI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്കാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആൻഡ് നമ്പർ ഓഫ് ATM. നമ്പർ ഓഫ് ബ്രാഞ്ചസിൻ്റെയും നമ്പർ ഓഫ് ATMൻ്റെയും കണക്കെടുത്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ് SBI. SBI വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് വിച്ച് ഓപ്പൺഡ് എ ബ്രാഞ്ച് ഇൻ ചൈന. ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് SBI. 2008 മുതൽ SBI ഈസ് ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് വിത്തൗട്ട് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ. 2008 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ SBIയെ ഏറ്റെടുത്തത്. SBI ഈസ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI. ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും SBI ആണ് ഉത്തരം. SBIയുടെ ആദ്യത്തെ ചെയർമാൻ ഒരു മലയാളിയാണ്, ഡോക്ടർ ജോൺ മത്തായി. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് SBI വാസ് ഡോക്ടർ ജോൺ മത്തായി. SBIയുടെ ടാഗ് ലൈനാണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. SBIയുടെ ടാഗ് ലൈൻ പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. SBI കാർഡിൻ്റെ ടാഗ് ലൈനാണ് മേക്ക് ലൈഫ് സിമ്പിൾ. SBI കാർഡിൻ്റെ ടാഗ് ലൈൻ മേക്ക് ലൈഫ് സിമ്പിൾ. സ്ലോഗൻസ് ഓഫ് SBI ആർ ദ നാഷൻ ബാങ്ക് ഓണേഴ്സ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, എ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ. ഇതെല്ലാം SBIയുടെ സ്ലോഗൻസ് ആണ്. ഏതൊക്കെയാണ്? നാഷൻ ബാങ്ക് ഓണേഴ്സ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, എ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ. ഇതെല്ലാം SBIയുടെ സ്ലോഗൻസ് ആണ്. SBI കോർഡിനേറ്റ്സ് ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസ് ഇൻ കേരള. കേരളത്തിലെ ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് SBI ആണ്. ഇനി SBIയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കീംസ് നോക്കാം. 1969 SBI ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള അസിസ്റ്റൻസ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി 1969 SBI കൊണ്ടുവന്ന സ്കീമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം. 1969 നമുക്കറിയാം RBI ലീഡ് ബാങ്ക് സ്കീം ആവിഷ്കരിച്ച വർഷമാണ്. ഇതേ വർഷം തന്നെയാണ് SBI ഫാം ഗ്രാജുവേറ്റ് സ്കീം കൊണ്ടുവന്നത്. In 1972 to 1973
SBI started merchant banking after recommendations of Banking Commission 1972. 1972 ബാങ്കിംഗ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഫലമായി 1972-73 SBI മെർച്ചന്റ് ബാങ്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കിംഗ് സിസ്റ്റമാണ്. SBI മെർച്ചന്റ് ബാങ്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1972-1973. In 1978, SBI starts the Equity Fund Scheme. SBI ഇക്വിറ്റി ഫണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്ത വർഷം 1978. അതായത് പുതിയ സംരംഭകർക്ക് ആവശ്യമുള്ള ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഉടമസ്ഥ മൂലധനം പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഇക്വിറ്റി ഫണ്ട് സ്കീം. ഇൻ 1998, SBI ലോഞ്ച് റീസർജൻറ്റ് ഇന്ത്യ ബോണ്ട്, RIB-യുടെ ഫുൾ ഫോം റീസർജൻറ്റ് ഇന്ത്യ ബോണ്ട്, which is a foreign currency denominated deposit in the form of promissory note. അതായത് SBIയിൽ നിന്നും വിദേശ കറൻസിയിലുള്ള ബോണ്ടുകൾ വാങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. ഈ ബോണ്ടിന് തുല്യമായ ഇന്ത്യൻ മണി കൊടുത്ത് നമുക്ക് ഈ ബോണ്ട് കാലാവധി കഴിയുന്നത് വരെ നമുക്ക് സൂക്ഷിക്കാം. അതിന് SBI നമുക്ക് പലിശ തരണം. കാലാവധിക്ക് ശേഷം ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഇന്ത്യൻ മണി നമുക്ക് ലഭിക്കും. ഈ ഒരു സിസ്റ്റമാണ് റീസർജൻറ്റ് ഇന്ത്യ ബോണ്ട് എന്ന് പറയുന്നത്. 2017 നവംബർ 24 SBI ലോഞ്ച് ചെയ്ത മൊബൈൽ ബാങ്കിംഗ് ആപ്പാണ് യോനോ, യു ഒള്ളി നീഡ് വൺ. SBIയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് അല്ലെങ്കിൽ SBIയുടെ ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ യോനോ, യു ഒള്ളി നീഡ് വൺ. SBI യോനോയുടെ ടാഗ് ലൈനാണ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ് ഡോണോ. ടാഗ് ലൈൻ ഓഫ് SBI യോനോ ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ് ഡോണോ. ഓൾഡ് കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി SBI അഡോപ്റ്റ് ചെയ്ത പോളിസിയാണ് ബാങ്ക് വാപ്പസി. ദ പോളിസി അഡോപ്റ്റഡ് ബൈ SBI ടു ബ്രിങ് ബാക്ക് ഇറ്റ്സ് ഓൾഡ് കസ്റ്റമേഴ്സ് ഈസ് ബാങ്ക് വാപ്പസി. India's first floating ATM was launched by SBI. SBI ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യത്തെ വുമൺ ചെയർപേഴ്സണാണ് അരുന്ധതി ഭട്ടാചാര്യ. ആദ്യത്തെ ചെയർമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മലയാളിയായിരുന്ന ഡോക്ടർ ജോൺ മത്തായി. ആദ്യത്തെ വനിതാ ചെയർപേഴ്സണാണ് അരുന്ധതി ഭട്ടാചാര്യ. Formation of Imperial Bank of India, origin of State Bank of India and its associates, merging of associates banks with SBI, പിന്നെ SBIയുടെ പ്രധാനപ്പെട്ട സ്കീംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞത്. ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തത് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് സജസ്റ്റ് ചെയ്തത് ലോർഡ് ജോൺ കെയ്ൻസ് ആണ്. ലോർഡ് ജോൺ കെയ്ൻസ് ആണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് സജസ്റ്റ് ചെയ്തത്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ 1 നാഷണലൈസ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം SBI. SBIയുടെ ലോഗോ ബ്ലൂ കീ ഹോളാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ബ്ലൂ കീ ഹോളാണ് SBIയുടെ ലോഗോ. ഇത് ഡിസൈൻ ചെയ്തത് 1971. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ലോഗോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണ് ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തത്. നമുക്കറിയാം RBI ഫോം ചെയ്യുന്നത് 1935. അതിനു മുൻപ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബാങ്കിങ് ഫങ്ഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് RBIയുടെ മുൻഗാമി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. SBIയുടെ വെബ്സൈറ്റാണ് bank.sbi. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.